ഹലോ നമസ്കാരം, ഏവർക്കും സൈലം ടീച്ചിങ് എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ HSCയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു, എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ എക്സാമൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു സ്വഭാവമാണ് അവസാനം വരെയൊക്കെ എക്സാമിന് വേണ്ടി കാത്തിരിക്കുക, ലാസ്റ്റ് ദിവസമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുക. അങ്ങനെ നിൽക്കരുത്, നമുക്ക് ഒരുപാട് സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അടുത്ത മാസം 4-ാം തീയതി വരെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയം നമുക്ക് PSC തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അവസാന നിമിഷം വരെ നിൽക്കരുത്. ആദ്യമേ തന്നെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യുക. പിന്നീട് ഒരു സമയം എന്ത് ചെയ്യരുത്, മാറ്റി വെക്കരുത്. പിന്നീട് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹൈസ്കൂൾ ടീച്ചർ എന്നുള്ള പോസ്റ്റിലേക്കാണ്. ശരിയാണ്. പിന്നീട് അവിടെ നമ്മുടെ ഒരു സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ 41,300 മുതൽ 87,000 വരെ എന്താണ് സാലറി കിട്ടുന്ന ഒരു അടിപൊളി ജോബ് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ HSC എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ, ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സമയം നമ്മുടെ മുന്നിലുണ്ട്. എന്ത് ചെയ്യുക, കട്ടയ്ക്ക് പഠിക്കുക. അപ്പോൾ നമുക്ക് എക്കണോമിക്സിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ ഒരു HSC സോഷ്യൽ സയൻസിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 2 മോഡ്യൂളുകളിലായിട്ട് 20ഓളം ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോഡ്യൂളുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് മോഡ്യൂൾ 3, മോഡ്യൂൾ 4 എന്നിങ്ങനെ 2 മോഡ്യൂളുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യ മോഡ്യൂളിൽ എക്കോണമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ +1, +2 ലെവലിലുള്ള മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് കൂടുതലുള്ളത്. പിന്നീട് മോഡ്യൂൾ 4ലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി, ഡെവലപ്മെന്റ് എക്കോണമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണമി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും നമ്മുടെ സിലബസിനെ കുറച്ചൊരു പോർഷനാക്കി നമ്മൾ മാറ്റുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ആ ഒരു +1, +2 ലെവലിലുള്ള മൈക്രോ എക്കണോമിക്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് നമുക്ക് പറയാം. ശരിക്കും മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് നമ്മുടെ സിലബസിൽ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ഒരു മോഡ്യൂൾ 3ൽ ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്, തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ച്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കോൺസെപ്റ്റ് ലെവലുള്ള മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗത്താണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നീട് താഴോട്ട് വരുമ്പോൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ആണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ മൈക്രോ എക്കണോമിക്സിലേക്ക് പോവാണ്. തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അതുപോലെ തന്നെ എന്താണ് കമ്പാരിറ്റീവ് ആൻഡ് കോസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നു. പിന്നീട് അവിടെ നിന്നുകൊണ്ട് ബാങ്കിങ് മേഖലയാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക്. അതുപോലെ വീണ്ടും നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ലെവലിൽ എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂ, ഡിസ്പേർഷൻ, കോറിലേഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കാണ് നമ്മുടെ മോഡ്യൂൾ 3ൽ നമുക്കുള്ളത്. മോഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു മാക്രോ എക്കോണമിക് ലെവലിലുള്ള ടോപ്പിക്കുകളാണ്. നമ്മുടെ 5 ഇയർ പ്ലാനുകളും, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ്, HDI, പിന്നീട് ടാക്സിന്റെ കാര്യങ്ങൾ പറയുന്നു, ഫെഡറൽ ഫിനാൻസ്, ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള. അപ്പോൾ ഇങ്ങനെയുള്ള മാക്രോ എക്കോണമിക് കോൺസെപ്റ്റുകളാണ് മോഡ്യൂൾ 4ൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പോർഷനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിലബസ് ബേസ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്കണോമിക്സിന്റെ ഭാഗത്തുള്ള മുഴുവൻ മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള 1-2 ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു പോർഷൻ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ തവണ HSC സോഷ്യൽ സയൻസ് ചോദിച്ചൊരു ചോദ്യമാണ്, ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ നിന്ന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നൊരു ചോദ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ വന്നിട്ടുള്ളത്. ശരിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു മൈക്രോ എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ് ലെവലിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് എന്താണ് മാക്രോ എക്കണോമിക്സ്, എന്താണ് മൈക്രോ എക്കണോമിക്സ്, ആ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട്. ശരിയാണ്. അപ്പോൾ നമുക്ക് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് വരുമ്പോൾ, ആൽഫ്രഡ് മാർഷലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന കൃതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു അടിപൊളി തിയറിയാണ് എന്ത്, ആ ഒരു ചോദന നിയമവും അതുപോലെ ഡിമാൻഡ് തിയറി. നമ്മൾ മലയാളമാണ് ഇവിടെ ശരിക്കും HSCക്ക് വേണ്ടത്, മലയാളത്തിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരുവിധം നമുക്ക് എല്ലാവർക്കും കോൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. എന്നിരുന്നാലും അതിൻ്റെ മലയാളം വേർഡുകൾ പഠിച്ചു പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പഠനത്തിനെ സംബന്ധിച്ചിടത്തോളം. ശരിയാണ്. അപ്പോൾ ഞാനിവിടെ തീർച്ചയായിട്ടും മലയാളം വേർഡ് തന്നെ യൂസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ആ ഒരു മലയാളം വാക്കുകൾ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ക്ലാസ് യൂസ് ചെയ്യുക. നമ്മുടെ ഒരു കൺവീനിയന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡുകളും പറയുന്നുണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നൊരു കാര്യം, ഒരു പഴയകാല എക്കണോമിക്സ് ആഡം സ്മിത്തിന്റെ ആ ഒരു ലെയ്സേ ഫെയർ തിയറിയിൽ നിന്നും ഒക്കെ വരുമ്പോഴേക്കും എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ രൂപപ്പെടുമായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാക്രോ എക്കോണമിക് ലെവൽ കോൺസെപ്റ്റുകളാണ്.
ആഡം സ്മിത്ത് എന്ത് ചെയ്യുന്നത് ആ ഒരു ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് ആൽഫ്രഡ് മാർഷലിന്റെ ഒരു കാലഘട്ടം എത്തി നിൽക്കുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ പറയുന്ന പോലെ ഒരുപാട് കമ്പനികളൊക്കെ മൾട്ടിനാഷണൽ കമ്പനീസുകളൊക്കെ ഉയർന്നു വരുന്നു. അവർ കമ്പനീസ് തമ്മിലുള്ള കോമ്പറ്റീഷനൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടം. ശരിയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് അവർ എങ്ങനെ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യണം, എന്താണ് അതിൻ്റെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി എന്നുള്ള കേസുകളിലേക്ക് പോകുമ്പോൾ മൈക്രോ എക്കണോമിക്സിന്റെ പ്രാധാന്യം കൂടി വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു കൺസ്യൂമറിന്റെ ആ ഒരു സൈക്കോളജി എന്താണ്, അപ്പൊ ആ ഒരു സൈക്കോളജിക്കൽ ലെവലിലുള്ള ആ ഒരു എക്കോണമിക് സ്റ്റഡി തന്നെയാണ് ഇവിടെ നമ്മൾ മൈക്രോ എക്കണോമിക്സ് നമ്മൾ പറയാം. ശരിക്കും ആ ഒരു കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ്, ഒരു സാധനത്തിന്റെ വില എങ്ങനെയാണ് പുള്ളിക്കാരൻ തീരുമാനിക്കുക, പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് കമ്പനി വില തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എങ്ങനെയാണ് കൺസ്യൂമർ അതിൽ സാറ്റിസ്ഫൈഡ് ആവുക. ഒരു സാധനം ഒരാൾ മേടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, തൻ്റെ ഒരാവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അത് പരമാവധി സംതൃപ്തി തരണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മൾ ഓരോരുത്തരും ഒരു സാധനം മേടിക്കുക. എങ്കിൽ നമ്മളിവിടെ പഠിക്കുന്ന മൈക്രോ എക്കോണമി കോൺസെപ്റ്റുകൾ ചെന്നെത്തുന്നത് ഈ പരമാവധി സംതൃപ്തി തരുന്ന പോയിന്റ് എന്താണ്. ശരിയാണ്. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ആ ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ശരി. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ആദ്യം എന്താണ് ഡിമാൻഡ്, എന്താണ് ചോദന നിയമം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിയാണ്. ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സാധനം ഒരാൾ മേടിക്കണം എന്ന് തോന്നുന്നത് എപ്പോഴാണ്, ഒരു പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് നമുക്കത് മേടിക്കണം എന്നുള്ള ആഗ്രഹം വരികയാണ്, ഒരു വിഷ് വരികയാണ് അല്ലെ. ആ ഒരു വിഷ് വരുന്നു, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അത് മേടിക്കാനുള്ള എബിലിറ്റി കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഒരു സാധനം മേടിക്കാനുള്ള ആഗ്രഹമുണ്ട്, അതുപോലെ അത് മേടിക്കാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ആ ഒരു ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആൽഫ്രഡ് മാർഷൽ മുന്നോട്ട് വെച്ചൊരു തിയറിയാണ് ചോദന നിയമം അല്ലെങ്കിൽ ഡിമാൻഡ് തിയറി. അപ്പൊ ചോദന നിയമം പറയുന്നത് ഒരു സാധനത്തിന്റെ വിലയും അതുപോലെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് എന്തിൽ പറയാ, ചോദന നിയമം പറയാം. ശരി. അപ്പോ എന്താണ് ഈ ചോദന നിയമം, ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാം. ഒരു സാധനത്തിന്റെ വില കൂടുകയാണെങ്കിൽ ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം കുറയും എന്നാണ് ആര് പറയുന്നത്, ഡിമാൻഡ് തിയറി പറയുന്നത്. ബേസിക് കാര്യങ്ങൾ. ഒരു സാധനത്തിന്റെ വില കൂടുകയാണ്, വില കൂടി പോയി കഴിഞ്ഞാൽ മേടിക്കാനുള്ള എന്ത് ചെയ്യും, ആ ഒരു ചോദനം ആളിൽ കുറയും. അതെന്താ കാര്യം, നമ്മൾ ചോദനം എന്താണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അത് മേടിക്കാനുള്ള വില്ലിങ്നെസ് പ്ലസ് എബിലിറ്റി. ശരിയാണ്. അപ്പോൾ ഒരു സാധനത്തിന്റെ വില കുറച്ചു കഴിഞ്ഞാൽ മേടിക്കാനുള്ള എബിലിറ്റി കൂടി, സാധനത്തിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള എബിലിറ്റി കുറഞ്ഞു, കഴിവ് കുറഞ്ഞു. ശരിയാണ്. അപ്പൊ ആ ഒരു ബേസിക് ചിന്താഗതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയാണ് ഒരു സാധനത്തിന്റെ വില കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ചോദനം കുറയാം. അങ്ങനെയെങ്കിൽ ആ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞാൽ ചോദനം കൂടാം എന്ന് പറയുന്നൊരു നിയമമാണ് ഏത്, ചോദന നിയമം. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ചോദന ഇലാസ്തികത. ചോദന ഇലാസ്തികത എന്താണ് എന്ന കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്തികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചതും തീർച്ചയായിട്ടും ആൽഫ്രഡ് മാർഷൽ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു സാധനത്തിന്റെ വില കുറഞ്ഞപ്പോഴത്തേക്ക് ഒരു കൺസ്യൂമറിൽ ഈ സാധനം മേടിക്കാൻ ഒരാൾ ചെന്നു, അയാളുടെ ചോദനത്തിൽ എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക, നമുക്ക് മനസ്സിലാലോചിക്കാൻ പറ്റുന്നുണ്ട്. വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചോദനം കൂടും, മേടിക്കാനുള്ള ആഗ്രഹം കൂടും. ശരിയാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കണ്ടു. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു മിക്സി കാണുകയാണ്, ഒരു മിക്സി കണ്ടു. ഇപ്പോൾ മിക്സിയുടെ ഒരു മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഒരു 3000 രൂപയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ പറയാണ് മാർക്കറ്റിൽ പെട്ടെന്ന് മിക്സിയുടെയൊക്കെ വില കുറച്ചിട്ട് എന്ത് ചെയ്തു, ഒരു 1000 രൂപയ്ക്ക് മിക്സി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ശരി. ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു, നമുക്ക് മേടിക്കണമെന്ന് ആഗ്രഹം തോന്നി, വിലയും കൂടെ കുറച്ചപ്പോൾ എന്നാ പിന്നെ ഇപ്പൊ മേടിച്ചേക്കാം. ശരിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, വില കുറച്ചപ്പോൾ നമ്മുടെ ചോദനം കൂടി, ഡിമാൻഡ് കൂടി. ഓക്കെ. അങ്ങനെയെങ്കിൽ ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ അവിടെ ചോദനത്തില് എന്തുമാത്രം വ്യത്യാസം വരുന്നു, ആ ചോദന എന്തുമാത്രം കൂടുന്നു, അതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇലാസ്തികത പറയാം. നമ്മൾ ആ ഒരു ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്നാണ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില കുറയുന്നത് ഈ പറയുന്ന ഉപഭോക്താക്കളിൽ എന്തുമാത്രം മാറ്റമുണ്ടായി, ആളിന് എന്തുമാത്രം ഇലാസ്തികത കൂടി എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിങ്ങനെ പറയാം, നമുക്കറിയുന്ന കേസ് വെച്ചിട്ട് ഒരു സാധനത്തിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും, ഡിമാൻഡ് കൂടും.
ഓക്കെ, ഞാൻ 2 കണ്ടീഷൻ പറയാണ്. ഇപ്പോൾ ഒരാളില് എ എന്ന് പറയുന്ന ഒരാളില് ഡിമാൻഡ് എന്ന് പറയുന്നത് എത്ര കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ആരോ ഇട്ട് പറയാണ്, ഇത് ഇത്രയും ഡിമാൻഡ് കൂടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്തത് ബി എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ഇത് ഇത്രയും കൂടിയെന്ന് വിചാരിക്കാം. ശരി, വില കുറച്ച് വില എന്ത് ചെയ്തു, കുറഞ്ഞു. വില ഒരു 5% കുറഞ്ഞു എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ആളില് ഒരു 10% ഡിമാൻഡ് കൂടി, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഒരു 2% ഡിമാൻഡ് കൂടി. ബി എന്ന് പറയുന്ന ആളിൽ ഒരു 10% ഡിമാൻഡ് കൂടി. ഇവിടെ നോക്കുന്ന ഒരാൾക്ക് നമുക്ക് പറയാം, ഈ കേസിൽ ഒരു റെസ്പോൺസീവ്നെസ് കൂടുതലാണ്. വില കുറച്ചപ്പോൾ ഡിമാൻഡ് കാര്യമായിട്ട് കൂടി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഡിമാൻഡ് എന്തുമാത്രം കൂടുന്നു എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഇലാസ്തികത പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു HSCയുടെ പോയിന്റ് ഓഫ് ലെവലിൽ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പഠിക്കാൻ. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. അപ്പൊ ഇലാസ്തികതയിൽ എന്തുമാത്രം മാറ്റമുണ്ടായി, സാധനത്തിന്റെ വില കുറയുമ്പോൾ ചോദനം കൂടുമെന്ന് പറയാം. ഈ 2 കേസുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഈ ബി എന്ന് പറയുന്ന കേസിൽ എന്ത് ചെയ്തു, ഇലാസ്തികത ഭയങ്കരമായിട്ട് കൂടി എന്ന് പറയാം. ശരി, അങ്ങനെയെങ്കിൽ ഈ ഇലാസ്തികത എങ്ങനെ കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലാസ്തികത എന്തൊക്കെ കാര്യങ്ങൾ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏത് വസ്തുവിന്റെ വിലയാണ് കുറയുന്നത്, അല്ലെ? ഒറ്റയടിക്ക് ഐഫോണിന്റെ വില കുറച്ചു, കൊള്ളാലോ, ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, അത് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ആ ചോദനത്തിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുക്കിംഗ് ഗ്യാസ്, ഓക്കെ, കുക്കിംഗ് ഗ്യാസിന്റെ വില കുറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസിന്റെ വില കൂടിയെന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ നോർമൽ തിയറി പറയുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയുന്നല്ലേ നമ്മൾ പറയാം. പക്ഷേ കുക്കിംഗ് ഗ്യാസിന്റെ വില കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞാലും നമ്മൾ അടുത്ത മാസം തീരുമാനിക്കില്ല, വില കൂടി ഇനിയിപ്പോൾ കുക്കിംഗ് ഗ്യാസ് മേടിക്കണ്ട എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കില്ല. അവിടെ നമ്മൾ വില കുറഞ്ഞു, പക്ഷെ ആ സമയത്ത് വില കൂടി, ആ സമയത്ത് എന്ത് ചെയ്തു, ചോദനം കുറയാം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ചോദനം ഒരു പരിധിക്ക് താഴെ കുറയില്ല, നമുക്കത് മേടിച്ചേ പറ്റുള്ളൂ, നമുക്കതൊരു അവശ്യ വസ്തുവാണ്. ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇലാസ്തികത സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിൽ 1-2 ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് ഒരു അവശ്യ വസ്തുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുക്കിംഗ് ഗ്യാസ്, ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ, അരി പോലെയുള്ള സാധനങ്ങൾ, ഇതിനൊക്കെ വില കൂടിക്കഴിഞ്ഞാലും അത് മേടിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. ശരിയാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ വില കുറഞ്ഞു, ചോദനം എന്ന് പറയുന്നത്, അല്ലെ വില കൂടിക്കഴിഞ്ഞാൽ ചോദനം എന്ന് പറയുന്നത് കുറയാം. പക്ഷെ ഇവിടെ ചോദനം കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരു പരിധിക്കപ്പുറം ചോദനം കുറഞ്ഞില്ല, ചോദനം കുറഞ്ഞുള്ളൂ. എങ്കിൽ ഈ കേസിൽ ഇലാസ്തികത കുറവാണോ കൂടുതലാണോ? നമ്മൾ പറയും അവശ്യ വസ്തുക്കളുടെ കാര്യത്തിൽ ഇലാസ്തികത കുറവാണ് എന്ന് പറയും. ഇലാസ്തികത കുറവ്. ഓക്കെ, ഇപ്പൊ കുക്കിംഗ് ഗ്യാസ്, റൈസ്, അതുപോലെ വൈദ്യുതി, ഇതൊക്കെ നമ്മുടെ അവശ്യ വസ്തുവാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, വില ഒന്ന് കൂടിക്കഴിഞ്ഞാൽ നമ്മളത് മേടിക്കും, ചോദനത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഓക്കെ, ഇനി അതേ സമയത്ത് ഐഫോണിന്റെ വില കുറഞ്ഞു, പെട്ടെന്ന് പോയി മേടിക്കും. ഐഫോണിന് ഒരുപാട് വില കൂടി, ശരി, എന്നാ പിന്നെ മേടിക്കണ്ട. ഓക്കെ, അതുപോലെ ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ കാര്യം പറയുകയാണ്. വില കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, പെട്ടെന്ന് മേടിക്കും, നമ്മൾ ചോദനം ഒരുപാട് കൂടും. ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഞാനൊരു ക്ലാസിഫിക്കേഷൻ പറയാണ്. അവശ്യ വസ്തുക്കൾക്ക് ഇലാസ്തികത കുറവാണ്. പെട്രോള്, ഡ്രഗ്സ്, ശരിയാണ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതിനൊക്കെ ഇലാസ്തികത കുറവാണ്. അതേ സമയത്ത് നമ്മൾ കംഫർട്ടിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതുപോലെ ആഡംബര വസ്തുക്കൾ, ഇതിൻ്റെയൊക്കെ വില വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോയി മേടിക്കും, നമുക്കവിടെ ഇലാസ്തികത ഒരുപാട് കൂടുതലായിരിക്കും. സെറ്റ്. ശരി. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്ഷൻ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ 1-2 എക്സാമ്പിളുകൾ കാണിക്കാം. ഇവിടെ ഞാൻ പറയുകയാണ്, ഒന്ന് മെഡിസിൻ. ഓക്കെ, മെഡിസിന്റെ വില കൂടി, പ്രൈസ് കൂടി. ഡിമാൻഡിന് എന്താ പറ്റിയ തിയറി അനുസരിച്ചിട്ട് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഓക്കെ, ഡിമാൻഡ് എത്ര കുറയും? ഇവിടുത്തെ കേസിൽ ഡിമാൻഡ് ഒന്നും കാര്യമായിട്ടൊന്നും കുറയില്ല. പ്രൈസ് ഒന്ന് കൂടിക്കഴിഞ്ഞാലും ഈ പറയുന്ന മെഡിസിൻ കഴിക്കുന്ന ഒരാളിന് ആ മെഡിസിൻ മേടിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇലാസ്തികതയിൽ കാര്യമായ മാറ്റമില്ല. എങ്കിൽ ഇവിടെ ഇലാസ്തികത കൂടുതലാണോ കുറവാണോ? നമുക്ക് പറയാം ഇലാസ്തികത കുറവാണ്. ശരിയാണ്. അതുപോലെ തന്നെ സിഗരറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയേണ്ടി വരും, ആളെന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്, അല്ലേ? ഇപ്പോൾ ഒരാള് രാവിലെ ഇങ്ങനെ ആലോചിക്കാം, പഠിച്ചു വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. രാവിലെ ഒരാൾ എന്ത് ചെയ്തു, ആ തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിലേക്ക് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളത് വലിച്ച് ഇയാൾ എന്ത് ചെയ്തു, ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറി. ഓക്കെ, ഇനിയിപ്പോൾ രാവിലെ അയാൾക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ സിഗരറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന അവസ്ഥയാണ് വിചാരിച്ചോളൂ.
അപ്പോഴാണ് എന്ത് ചെയ്തത്, സിഗരറ്റിന് വില കൂടി. സിഗരറ്റ് ഒരു എന്ത് ചെയ്തു, ആ വില കൂടി ഒരു 10% സിഗരറ്റിന് വില കൂടി വിചാരിച്ചോളൂ. ശരി, അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് ഓക്കെ നാളെ മുതൽ സിഗരറ്റ് മേടിക്കണ്ട എന്ന് ഇന്ന് തീരുമാനിച്ച കാര്യം. സിഗരറ്റിനൊക്കെ വില കൂടിയല്ലോ. പക്ഷെ രാവിലെ ഉണരുന്ന സമയത്ത് ആളിന് തോന്നും എന്താണ് ആ സിഗരറ്റ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ശരിയാണ്, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ആ ബാത്റൂമിൽ പോകാൻ സുഖമുള്ളൂ. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, ആ സിഗരറ്റ് മേടിച്ചേക്കാം. അപ്പൊ ഇയാളൊരു ഹാബിറ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ വില കൂടിയാലും ഇയാൾക്കത് എന്ത് ചെയ്യും, അത് മേടിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. വില കൂടി, ഡിമാൻഡ് കുറഞ്ഞോ, കാര്യമായിട്ടൊന്നും കുറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്തികത എന്താണ്, ആ കുറവാണ്. വൈദ്യുതിയുടെ വില കൂടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനും ഇലാസ്തികത കുറവാണ്. അങ്ങനെയെങ്കിൽ കുക്കിംഗ് ഗ്യാസ് ഇലാസ്തികത കുറവാണ്. എന്നാൽ നമ്മൾ പറയുന്ന ഇലക്ട്രോണിക് ഐറ്റംസ്, ലക്ഷറി സാധനങ്ങൾ, ഇതിനൊക്കെ എന്താണ്, ആ ഇലാസ്തികത കൂടുതലാണ്. ഇവിടുത്തെ വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പോയി ഈ സാധനം മേടിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതിന്റെ കാര്യം, നമുക്ക് ഈ ഒരു കോൺസെപ്ച്വൽ ലെവലുള്ള സ്റ്റഡിയാണ് ശരിക്കും എവിടെ വേണ്ടത്, ഈ ഒരു എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്. മാത്രമല്ല ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് ആൻസറിലേക്ക് എത്താനും പറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം ഏത് എന്നുള്ളതാണ് നമ്മോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ ഇവിടെ ഭക്ഷ്യധാന്യം ഇലാസ്തികത കുറവാണോ കൂടുതലാണോ? ഉറപ്പായിട്ട് ഇലാസ്തികത കുറവാണ്. ഇന്ധനം ഇലാസ്തികത കുറവാണ്. ശരിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ആഡംബര വസ്തുക്കൾ ഇലാസ്തികത കൂടുതലാണ്. വില കുറഞ്ഞാൽ എന്ത് ചെയ്യും, ചോദനം കാര്യമായ മാറ്റം വരും. 4 എന്തായാലും ആൻസറി വരില്ല. ശരിയാണ്. അടുത്ത നമ്മൾ നോക്കുകയാണ് ഓട്ടോമൊബൈൽ. ഓക്കെ, ഓട്ടോമൊബൈൽ നമ്മൾ കംഫർട്ടിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യും. അപ്പോൾ ഇതും എന്തായാലും ഇലാസ്തികത കൂടുതലാണ്. 3 എന്തായാലും ആൻസറി വരില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി 1, 2 ആണ് എന്ത് ചെയ്യാം, ആൻസർ വരിക എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മക്കളെ നോക്കി, നമുക്ക് അപ്പൊ HSIക്ക് നിങ്ങൾക്ക് വേണ്ടതും ഈ ഒരു ലെവലിലുള്ള സ്റ്റഡി തന്നെയാണ്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് സൈലം PSCയുടെ പുതിയ ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഈ ഒരു 12 മെയ്യിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. മെയ് മാസം 12-ന് എന്ത് ചെയ്യുന്നതാണ്, പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്നാണോ എക്സാം അന്ന് വരെ ആയിരിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി അന്ന് വരെ ആയിരിക്കും. പിന്നീട് കോഴ്സ് ഫീസ് വളരെ കുറവാണ്. നമുക്ക് 3999 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, സൈലം PSCയിൽ നിങ്ങൾക്ക് HSI ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ എക്സാമിന് മുന്നേ വരെ നമ്മുടെ ടോപ്പിക്കുകളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ റിവിഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് സെറ്റ് ആക്കണം. പിന്നീട് ഇവിടുന്ന് ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, സൈലത്തോടൊപ്പം പഠിക്കാം. അപ്പോൾ എല്ലാവരെയും ഈ ഒരു പുതിയ ബാച്ചിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.